നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. PSG സീസൺ കഴിഞ്ഞില്ലേ? കിലിയൻ എംബാപ്പെ ക്ലബിനായിട്ട് അവസാന മത്സരവും കളിച്ചു കഴിഞ്ഞില്ലേ? ഇനി എന്താണ് താമസം? PSG വിട്ട കിലിയൻ എംബാപ്പെ റയൽ മാഡ്രിഡിലേക്കാണ് എന്ന് ഒഫീഷ്യലായിട്ട് എന്താണ് അനൗൺസ് ചെയ്യാത്തത്? യൂറോ കപ്പ് കഴിയേണ്ടി വരുമോ ഇനി അനൗൺസ്മെൻ്റ് ഉണ്ടാവാൻ? ആരാധകർക്ക് സ്വാഭാവികമായിട്ടും അതിനെക്കുറിച്ച് ചില സംശയങ്ങളുണ്ട്. പ്രധാനപ്പെട്ട കാര്യം, കിലിയൻ എംബാപ്പയുടെ കോൺട്രാക്റ്റ് ജൂൺ മാസത്തിൽ മാത്രമേ എക്സ്പയർ ആവുകയുള്ളൂ. ജൂൺ 30 വരെ അദ്ദേഹത്തിന് PSG കോൺട്രാക്റ്റ് ഉള്ളതാണ്. അപ്പോൾ അതിന് മുമ്പ് പ്രഖ്യാപനം വരുമോ? എന്നാൽ ഇപ്പോൾ ഫബ്രീസിയോ റൊമാനോ ഈ കാര്യത്തിൽ ചില വ്യക്തത വരുത്തുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് യൂറോ കപ്പിന് മുമ്പ് തന്നെ, യൂറോ കപ്പ് ഇതാ ജൂൺ പകുതിയോടുകൂടി ആരംഭിക്കുകയാണ്, അതിന് മുമ്പ് തന്നെ ഒഫീഷ്യൽ പ്രഖ്യാപനം ഉണ്ടാകും. കിലിയൻ എംബാപ്പെ ടു റയൽ മാഡ്രിഡ് എന്നുള്ള പ്രഖ്യാപനം ഒഫീഷ്യലായിട്ട് വരും. ഇപ്പോൾ ജൂണിലാണ് എക്സ്പയർ ചെയ്യുന്നത് എന്നുള്ളതൊന്നും ബാധിക്കുന്നില്ല. PSG എംബാപ്പയുടെ ഈ ഒരു നീക്കത്തെ തടയാൻ പറ്റില്ല. റയൽ മാഡ്രിഡിൻ്റെ അനൗൺസ്മെൻറ്റിനെ തടയാൻ പറ്റില്ല. അതാണ് റൂള്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജൂൺ മാസത്തിൽ ഉണ്ടാകും. അതും യൂറോ കപ്പിന് മുമ്പ് ഒഫീഷ്യലായിട്ട് പ്രഖ്യാപനം വരും എന്നാണ് ഇപ്പോൾ ഫബ്രീസിയോ റൊമാനോ സ്ഥിരീകരിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ട്വീറ്റ് ഇങ്ങനെയാണ്: റയൽ മാഡ്രിഡ് ഫൈനൽ പ്ലാൻ ടു ഫോർമലി കംപ്ലീറ്റ് ആൻഡ് അനൗൺസ് കിലിയൻ എംബാപ്പെ ഡീൽ ബിഫോർ ദി Euros won't be and can't be limited by PSG എന്നാണ്. PSG തടയാൻ പറ്റില്ല, PSG തടയാൻ നിൽക്കില്ല. അപ്പോൾ യൂറോ കപ്പിന് മുന്നോടിയായിട്ട് തന്നെ കാര്യങ്ങൾ നടക്കും. ഡിസ്പൈറ്റ് PSG കോൺട്രാക്ട് എക്സ്പയറിംഗ് ഇൻ ജൂൺ, എംബാപ്പെ ക്യാൻ ബി അനൗൺസ്ഡ് ബിഫോർ യൂറോ 2024. പക്ഷെ ഇപ്പോൾ റയൽ മാഡ്രിഡിൻ്റെ ഫോക്കസ് മുഴുവനും വെംബ്ലിയിലേക്കാണ്. അതായത് 1-ാം തീയതി നടക്കുന്ന UCL ഫൈനലിലേക്കാണ്. ആ ഫൈനൽ കഴിഞ്ഞാൽ അധികം വൈകാതെ റയൽ മാഡ്രിഡിലേക്ക് കിലിയൻ എംബാപ്പെ എത്തുന്ന അനൗൺസ്മെന്റ് ഉണ്ടാവും. എംബാപ്പയും അത് പറയുന്നുണ്ട്. ഇറ്റ്സ് ജസ്റ്റ് മാറ്റർ ഓഫ് ഡേയ്സ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. വരുന്ന ദിവസങ്ങളിൽ തന്നെ ആ പ്രഖ്യാപനം ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. അതോടൊപ്പം റയൽ മാഡ്രിഡിൻ്റെ കിലിയൻ എംബാപ്പെ അൺവീൽ ചെയ്യുന്ന ആ ഒരു പ്രോഗ്രാം വളരെ ബൃഹത്തായ പ്രോഗ്രാമായിരിക്കുമെന്നും, ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പ്രോഗ്രാം എങ്ങനെയായിരുന്നു അതുപോലെ അല്ലെങ്കിൽ അതിനേക്കാൾ മികച്ചതായിരിക്കുമെന്ന തരത്തിൽ റിലീവ് അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.